പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നു. ആ ലിങ്ക് ഇങ്ങനെയാണ്: ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. പാവം എൻ്റെ സുഹൃത്ത് അത് ഓപ്പൺ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഹാക്ക്ഡായി. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം, ആ മൊബൈലിലുണ്ടായിരുന്ന സകല കാര്യങ്ങളും അത് ഹാക്ക്ഡാകാനിടയായി. ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് അത് മുഖാന്തരം ഉണ്ടായി. അവസാനം അദ്ദേഹത്തിന് ആ മൊബൈൽ മാറ്റേണ്ടി വന്നു, ബാങ്ക് അക്കൗണ്ട് മാറേണ്ടി വന്നു, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഒരുപാട് നഷ്ടങ്ങൾ അതിനകത്തുണ്ടായി. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മീക ജീവിതത്തെയും ഇതുപോലുള്ള ലിങ്കുകൾ പ്രലോഭിപ്പിക്കുന്ന ഓഫറുകൾ വച്ചാണ് സാത്താൻ നമ്മുടെ ആത്മീക ജീവിതത്തെ ഹാക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു വലിയ ജോലിയായിരിക്കാം, ഒരുപക്ഷെ നമ്മളെ ഒത്തിരി തിരക്കിലോട്ട് നമ്മെ തള്ളിവിടാം, ഒരുപക്ഷെ ഒരു വലിയ ഉയർച്ചയോ വലിയ താഴ്ചയോ വലിയ നന്മയോ അനുഗ്രഹമോ എന്തെങ്കിലുമൊക്കെ വലിയ ഓഫർ നമ്മുടെ മുമ്പിൽ വയ്ക്കും. നമ്മളിത് തിരിച്ചറിയാതെ ഓപ്പൺ ചെയ്താൽ, നമ്മൾ സ്വീകരിച്ചാൽ, നമ്മുടെ ആത്മീക ജീവിതത്തെ സാത്താൻ ഹാക്ക് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോകും, നമ്മുടെ ആത്മീക ജീവിതം പോകും, നമ്മുടെ വചനധ്യാനം പോകും, നമ്മുടെ കുടുംബജീവിതം പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഓപ്പൺ ചെയ്യാതെ, നമ്മൾ ഈ ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതെ സാത്താന് നമ്മുടെ ജീവിതത്തിലകത്തേക്ക് കയറാൻ സാധ്യമല്ല. അതുകൊണ്ട് ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ ഓഫറുകളും, നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണോ വരുന്നത് എന്ന് ബുദ്ധിയോട് ചിന്തിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.